ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനൊരു അച്ചാറിടുവാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ അച്ചാറിടുന്നത്. ഇതിനു മുമ്പെല്ലാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിങ്ങനെ കഴിച്ചിട്ടുള്ളൂ, അല്ലാതെ ഇട്ട എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ കുറവുകളും ഇതൊക്കെ കാണും. എന്നാലും കുഴപ്പമില്ല, ഇതൊക്കെ ഇട്ട് പഠിച്ചെങ്കിലല്ലേ പറ്റൂ. എന്ന് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പും ഇല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരല്ലി വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് നന്നായി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായി വഴറ്റണം. ഒരു ബ്രൗൺ കളറാവണം. തീ ചെറുതീയിൽ വെച്ചിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ചെറുതീയിൽ വെച്ച് ചെയ്താലേ എനിക്ക് ചില സമയം കരിഞ്ഞു പിടിക്കും. കാരണം ശ്രദ്ധ വേറെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. അപ്പം കളറൊക്കെ മാറി മാറി വരുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ. വേറെ ആൾക്കാർ മസാലയൊക്കെ ചേർക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രയലായിട്ട് വെച്ച് നോക്കുക. ഇത് നന്നായിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പം നന്നായി ഇത് മൂത്ത് വന്നപ്പോഴത്തേക്കും ഞാനൊരിച്ചിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഒരിച്ചിരി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അതിനോടൊപ്പം തന്നെ നല്ല എരിവുള്ള മുളക് പൊടിയായതുകൊണ്ട് 1/2 സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ആ എണ്ണയിലൊക്കെ കിടന്നൊന്ന് നല്ലപോലെ മൂത്ത് ഒരു മണമൊക്കെ വരില്ല. അതുപോലെ ചെറുതീയിൽ തന്നെ ഇട്ട് വേണം ഇളക്കാൻ, അല്ലാതെ തീ കൂട്ടി വെച്ചാൽ പണി കിട്ടും. അപ്പം ഞാൻ ആ തീയിലിട്ട് തന്നെ നന്നായി ഇളക്കി എല്ലാം കൂടെ യോജിപ്പിച്ച ശേഷം നമ്മുടെ അച്ചാറിനുള്ള സാധനം അതിനകത്തോട്ടിട്ട് ഞാൻ ഇത്ര വലുപ്പത്തിലാണ് അരിഞ്ഞത്. കാരണം എനിക്കിങ്ങനെയാണ് ഇഷ്ടം, ചെറിയതായിട്ട് തിന്നേക്കാൾ എനിക്കിങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പം ഞാനത് അരിഞ്ഞിട്ട് എല്ലാം കൂടെ ഞാൻ യോജിപ്പിക്കുകയാണ്. ഒന്നിച്ച് യോജിപ്പിച്ച് അരപ്പിനകത്തോട്ട് യോജിപ്പിച്ച് അതിൻ്റെ ഇടയിൽ നമുക്ക് വിനാഗിരി ഒഴിക്കാം, ചെറിയതായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനപ്പം വിനാഗിരി ഒഴിച്ചതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയില്ല. അത് വീഡിയോ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ വിനാഗിരി ഒഴിച്ചത്. ഒരിച്ചിരി ഒഴിച്ചു കൊടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി അത് അരപ്പിനകത്ത് ഇരുന്ന് നല്ല ഇതായിട്ട് ഇരിക്കാൻ വേണ്ടി നന്നായി ഇളക്കി ചെറുതീയിൽ തന്നെ വെച്ച് യോജിപ്പിക്കുക. അങ്ങനെ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ആവട്ടെ തുടക്കങ്ങൾ. നമ്മൾ തുടക്കക്കാർക്ക് ഇതൊക്കെ വലിയ ഒരു എക്സ്പീരിയൻസ്. അപ്പം ഇതാണ് നമ്മുടെ അവസാനത്തെ ഏറ്റവും ലാസ്റ്റത്തെ ഇത്. അപ്പോൾ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. ഓക്കെ, ബൈ. വീണ്ടും വീഡിയോ ആയിട്ട് കാണാം. ബൈ.